സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിക്കുന്നു. CPIM സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് നടക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഓരോരുത്തരും CPIM സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗികമായിട്ടുള്ള അന്തിമ പ്രഖ്യാപനം ഇന്ന് നടക്കും. വിവരങ്ങൾ എന്തൊക്കെയാണ്? അതില തീർച്ചയായും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരും. വൈകിട്ട് 3 മണിക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിലാവും CPM സ്ഥാനാർത്ഥികളുടെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുക. അതിനു മുന്നോടിയായി ഇപ്പോൾ 10 മണിയോടുകൂടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. നേരത്തെ തന്നെ ഈ 15 ഇടത്താണ്, അതായത് ആകെ 20 സീറ്റുകളിൽ 15 ഇടത്താണ് CPM മത്സരിക്കുന്നത്. 4 ഇടത്ത് CPI-യും അതുപോലെ തന്നെ ഒരിടത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമാണ്. CPI കഴിഞ്ഞ ദിവസം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസ് മാണി വിഭാഗം വളരെ നേരത്തെ തന്നെ തോമസ് ചാഴിക്കാടന്റെ പേര് കോട്ടയത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെയുള്ളത് CPM-ന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഈ പ്രഖ്യാപനം കൂടി വന്നാൽ LDF-ന്റെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക തയ്യാറാകും. തുടർന്ന് അങ്ങോട്ട് LDF-ന് പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ LDF ഒരല്പം മുന്നിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു മുൻതൂക്കം LDF-ന് ലഭിക്കും എന്നുള്ളതാണ്. ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി തവണ ചർച്ചകൾ നടന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും അതിനുശേഷം സംസ്ഥാന സമിതി യോഗവും ചേർന്നാണ് ഈ പേരുകൾക്കൊരു അന്തിമ രൂപം നൽകിയത്. തുടർന്ന് ഇത് ജില്ലാ കമ്മിറ്റികൾ വിളിച്ച് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു നിർദ്ദേശം നൽകി. അതിനുശേഷം 2 ദിവസങ്ങളിലായി എല്ലാ ജില്ലാ കമ്മിറ്റികളും ചേർന്ന് ഇക്കാര്യങ്ങൾ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ തിരിച്ച് സംസ്ഥാന ഘടകത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് പ്രധാനമായും നടക്കുക. അന്തിമ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ യോഗത്തോടുകൂടി ഒരു കൃത്യ ലിസ്റ്റ് CPM-ന് തയ്യാറാക്കാൻ കഴിയും. അതിനുശേഷം 3 മണിയോടുകൂടി ആ ലിസ്റ്റ് പുറത്തുവിടും എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ഇതിൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഏകദേശ ധാരണ, CPM-നകത്തുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് 15 ഇടങ്ങളിൽ CPM-ആണ് മത്സരിക്കുന്നത്. ഇവിടെ ആറ്റിങ്ങലാണ് ഏറ്റവും തെക്കേ അറ്റത്തുള്ള CPM-ന്റെ മണ്ഡലം. അവിടെ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ MLA-യുമായിട്ടുള്ള V ജോയി മത്സരിക്കും എന്നതാണ് നേരത്തെ തന്നെയുള്ള ഒരു ധാരണ. നിലവിൽ CPM-ന്റെ ഒരു തീരുമാനം ആ നിലയിലാണ് വന്നിട്ടുള്ളത്. കൊല്ലത്ത് ചലച്ചിത്ര താരം M മുകേഷ് ആണ് മത്സരരംഗത്ത് വരിക. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള TM തോമസ് ഐസക് മത്സരിക്കും. മറ്റൊന്ന് ആലപ്പുഴയിൽ AM ആരിഫ്, നിലവിലെ MP കൂടിയാണ് AM ആരിഫ്. അവിടെ AM ആരിഫ് തന്നെ തുടരും എന്നതാണ് തീരുമാനം. എറണാകുളത്ത് KJ ഷൈൻ, KSTA-യുടെ ജില്ലാ ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള അധ്യാപിക KS ഷൈനാണ് അവിടെ മത്സരിക്കുക, KJ ഷൈൻ. അതുപോലെ തന്നെ ഇടുക്കിയിൽ മുൻ MP ജോയ്സ് ജോർജ് CPM-ന്റെ സ്ഥാനാർത്ഥിയാവും. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. പാലക്കാട് A വിജയരാഘവൻ, അതുപോലെ തന്നെ ആലത്തൂർ K രാധാകൃഷ്ണൻ, പൊന്നാനിയിൽ KS ഹംസ, പൊതു സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ CPM-ൽ നിന്നും KS ഹംസ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാവും. മലപ്പുറത്ത് DYFI-യുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. കോഴിക്കോട് എളമരം കരീം വരുന്നു. അതുപോലെ തന്നെ വടകരയിൽ KK ശൈലജ ടീച്ചർ മത്സര രംഗത്തേക്ക് എത്തുന്നു. കണ്ണൂരിൽ MV ജയരാജനും, കാസർഗോഡ് അവിടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ബാലകൃഷ്ണൻ മാസ്റ്ററും സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നതാണ്. ഈ നിലയിലാണ് നിലവിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉള്ളത്. ഇതിന് അന്തിമ അംഗീകാരം ഇന്ന് ലഭിക്കും. അതിന് പിന്നാലെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും. ആതിര. ശരി കമലേഷ്, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിക്കുന്നു. CPIM സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട്.